നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി ആശുപത്രി അധികൃതർ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ OP ടിക്കറ്റ് പരിഷ്കരണമാണ് പിൻവലിക്കാമെന്ന് RMO സമരക്കാർക്ക് ഉറപ്പ് നൽകിയത്. മൂത്തേടം പഞ്ചായത്തിലെ ചീനിക്കുന്ന് ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച ഇടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്തിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഓഫീസ് ഫയൽ കരണ്ട് എലിയെ പൂച്ചയ്ക്ക് കാണിച്ചു കൊടുത്തു. സർക്കാർ ജീവനക്കാരന്റെ വീഡിയോ വൈറൽ. ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയലുകൾ കരണ്ടുനിന്ന് ശല്യക്കാരനായ എലിയെ പൂച്ചയെ കൊണ്ട് പിടിപ്പിച്ച സർക്കാർ ജീവനക്കാരന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ദേശീയപാത 66-ലെ കോഹിനൂറിനെയും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും ബന്ധിപ്പിച്ച് കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനവും അനുബന്ധ നടപടികളും വേഗത്തിലാക്കാൻ തീരുമാനം. വാർത്തകൾ വിശദമായി. CPM പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കി ആശുപത്രി അധികൃതർ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ OP ടിക്കറ്റ് പരിഷ്കരണമാണ് പിൻവലിക്കാമെന്ന് RMO സമരക്കാർക്ക് ഉറപ്പ് നൽകിയത്. ഇന്ന് 12 മണിയോടെ ആയിരുന്നു CPM നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കക്കാടൻ റഹീം, മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ CPM നേതാക്കൾ RMOയെ ഉപരോധിച്ചത്. OP ടിക്കറ്റ് എടുക്കുന്നവർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണാൻ വീണ്ടും OP ടിക്കറ്റ് എടുക്കണമെന്ന പുതിയ പരിഷ്കാരത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. രോഗികളെ ദുരിതത്തിലാക്കുന്ന ഇത്തരം പരിഷ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെയോ HMCയുടെയോ അനുമതി ഇല്ലാതെ എടുത്തതിനെ സമരക്കാർ ചോദ്യം ചെയ്തു. ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് ഊർജിതമാക്കാനാണ് ഇത്തരം പരിഷ്കാരങ്ങൾ എന്നും പുതിയ OP ടിക്കറ്റ് പരിഷ്കാരം പിൻവലിച്ചില്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നടത്തുന്ന സ്വകാര്യ പ്രാക്ടീസ് തടയുമെന്നും നേതാക്കൾ പറഞ്ഞു. തിങ്കളാഴ്ച ആശുപത്രി സൂപ്രണ്ടിന്റെ ചാർജുള്ള ഡോക്ടറുമായി സംസാരിച്ച് പുതിയ പരിഷ്കാരം പിൻവലിക്കാമെന്നും പഴയ OP ടിക്കറ്റ് സിസ്റ്റം പുനഃസ്ഥാപിക്കാമെന്നും RMO ഉറപ്പു നൽകിയതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ജില്ലാ ആശുപത്രി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ജനങ്ങൾക്ക് നല്ല സേവനം കൊടുത്തുകൊണ്ട് ജില്ലയിലെ മികച്ച സർക്കാർ ആശുപത്രികൾ ഒന്നായി മാറിക്കഴിഞ്ഞ ഒരു ആശുപത്രിയാണ്. എന്നാൽ ഇവിടെ ഈ അടുത്ത ദിവസം ജില്ലാ പഞ്ചായത്തിന്റെയോ അതുപോലെ HMCയുടെയും അനുമതിയില്ലാതെ RMO ഒരു ഉത്തരവിറക്കുകയാണ്. ഇവിടുത്തെ ചില ഡോക്ടർമാരുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇവിടെ ചികിത്സക്കെത്തുന്ന സാധാരണ രോഗികൾ സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണണമെങ്കിൽ വീണ്ടും OP ടിക്കറ്റ് എടുക്കണമെന്ന ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഇത് കാരണം നമ്മുടെ ആശുപത്രിയിൽ എത്തുന്ന സാധാരണക്കാരായ രോഗികൾ ചികിത്സയ്ക്ക് വരുന്നതിന് വേണ്ടി ഒന്നിലധികം OP ടിക്കറ്റ് എടുക്കേണ്ട വരിയിൽ നിന്ന് OP ടിക്കറ്റ് എടുക്കേണ്ട വലിയ പ്രയാസങ്ങൾ നമ്മുടെ ഈ ആശുപത്രിയിൽ വരികയുണ്ടായി. മലയോര മേഖലയിൽ നിന്ന് ഈ ആശുപത്രിയിലേക്ക് വരുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള ഏറ്റവും പാവപ്പെട്ട രോഗികൾക്ക് വലിയ പ്രയാസങ്ങളാണ് അതുവഴി ഉണ്ടായത്. ഈ ഉത്തരവ് അന്യായമായി ഇറക്കിയ ഈ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് RMOയെ സമീപിച്ചത്. അത് മാത്രവുമല്ല, ഇവിടെ ചികിത്സക്കെത്തുന്ന രോഗികളെ ഒരു ഡോക്ടർ 70 രോഗികളെ മാത്രമേ നോക്കൂ എന്നുള്ള ഒരു അന്യായമായ നടപടിയും ഇവിടെ സ്വീകരിച്ചു വരികയാണ്. വലിയ ദൂരപ്രദേശങ്ങളിൽ നിന്നാണ് നമ്മുടെ ആശുപത്രിയിലേക്ക് രോഗികൾ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. അപ്പോ 11:30 മണിയോടുകൂടി ഡോക്ടർമാർ ചികിത്സ അവസാനിപ്പിച്ച് സ്വകാര്യ ക്ലിനിക്കുകളിലെ ചികിത്സയ്ക്ക് പോകുന്ന സാഹചര്യം ഇവിടെ വളർന്നു വന്നിരിക്കുകയാണ്. സാധാരണക്കാരന്റെ ആരോഗ്യ പരിരക്ഷയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ഈ ആശുപത്രിയിൽ തികച്ചും അന്യായമായ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഈ തീരുമാനങ്ങളിൽ നിന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. RMO ഇക്കാര്യങ്ങൾ സംസാരിച്ചു. ഈ അന്യായമായി ഇറക്കിയ ഉത്തരവ് പിൻവലിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച
സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ഡോക്ടറുമായി സംസാരിച്ച് നിലവിലുള്ള ഉത്തരവ് പിൻവലിക്കണം എന്നുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ട്. CPM നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി വെട്ടുമ്മൽ ശ്രീധരൻ, ഏരിയ കമ്മിറ്റി അംഗം T ഹരിദാസൻ, റിയാസ് കാവാട്, ഷാജി ചക്കാലക്കുത്ത്, സുരേഷ് ആന്തൂരാൻ എന്നിവർ നേതൃത്വം നൽകി. DYFIയും യൂത്ത് കോൺഗ്രസും പുതിയ OP ടിക്കറ്റ് പരിഷ്കാരത്തിന് എതിരെ രംഗത്ത് വന്നിരുന്നു. മൂത്തേടം പഞ്ചായത്തിലെ ചീനിക്കുന്ന് ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ച ഇടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ഹഫ്സത്തിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VP റഷീദ് അലി, സുബൈദ കൊറമ്പയിൽ, റസിയ മോൾ എന്നിവരും സംബന്ധിച്ചു. ഓഫീസ് ഫയൽ കരണ്ട എലിയെ പൂച്ചയ്ക്ക് കാണിച്ചു കൊടുത്ത് സർക്കാർ ജീവനക്കാരന്റെ വീഡിയോ വൈറൽ. ഓഫീസിലെ പ്രധാനപ്പെട്ട ഫയലുകൾ കരണ്ടു നിന്ന് ശല്യക്കാരനായ എലിയെ പൂച്ചയെ കൊണ്ട് പിടിപ്പിച്ച സർക്കാർ ജീവനക്കാരന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു. സിവിൽ സ്റ്റേഷനിലെ മൈനർ ഇറിഗേഷൻ ഡിവിഷൻ ഓഫീസിലെ ജീവനക്കാരനായ റോഷൻ നരിക്കോട് പകർത്തിയ വീഡിയോയാണ് ഇൻസ്റ്റഗ്രാമിൽ 10.8 മില്യണും ഫേസ്ബുക്കിൽ 5.3 മില്യണും ആളുകൾ കണ്ടത്. ഓഫീസിലെ ഫയൽ റാക്കിന് മുകളിലും അലമാരകൾക്കിടയിലും സ്ഥിരമായി ഓടി നടന്ന എലി പ്രധാന രേഖകൾ നശിപ്പിക്കുവാൻ തുടങ്ങിയതോടെയാണ് ജീവനക്കാർ വഴി കണ്ടെത്തിയത്. ഓഫീസ് പ്രവർത്തിക്കുന്ന 1-ാം നിലയിൽ ജീവനക്കാരുമായി ഇണങ്ങിക്കഴിയുന്ന പൂച്ചയെ ജീവനക്കാരൻ പിടിച്ചുകൊണ്ടുവന്ന് എലി നിൽക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഫയലുകൾക്കിടയിലൂടെ മാറി മറിഞ്ഞ എലിയെ നിമിഷ നേരം കൊണ്ട് പൂച്ച പിടികൂടി. നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. ദിവസം ഇപ്പോ പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഒരു സ്ഥിരം വാർത്തയാണ് മൃഗങ്ങളിൽ നിന്നുള്ള വന്യജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കിരയായി ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ജനങ്ങളുടെ പരിദേവനം. അതിന്റെ മാധ്യമ ദൃശ്യങ്ങൾ നമുക്ക് കാണാറുണ്ട് പലപ്പോഴും. എന്നാൽ ഇതിനൊക്കെ അനിശ്ചിതമായി നീളുന്ന മരിച്ചുപോയെങ്കിൽ പോലും കോമ്പൻസേഷൻ കിട്ടുന്നത് വളരെ വളരെ വൈകിയാണ്. സ്വത്തിന്റെ കാര്യത്തിൽ പറയാറും വയ്യാത്ത അവസ്ഥയുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ ഇതുപോലുള്ള അദാലത്തുകൾ വളരെയേറെ ഉപകരിക്കാറുണ്ട് എന്നുള്ളൊരു തർക്കമില്ല. ഞാനും ചെറിയ രീതിയിൽ ഔദ്യോഗിക രംഗത്ത് നിന്ന് വിരമിച്ച ആളെന്ന രീതിയിൽ ഒരു അദാലത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചടുലത, ബന്ധപ്പെട്ടവർക്ക് അപ്പോഴപ്പോഴതിന്റെ മറുപടി എന്ത് ചെയ്തു എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ രീതിയിൽ നമ്മൾ താൽക്കാലിക അതത് ദിവസങ്ങളിലെ ബിസിനസ് വർക്ക് തീർത്ത് പോവുക എന്നുള്ളതിലപ്പുറം, പ്രത്യേകിച്ചും ചിലര് പണിയെടുക്കും. ഒരു കുട്ടി പറഞ്ഞ പോലെ ചിലവർക്കൊക്കെ പറ്റും, ചിലർക്കൊന്നും പറ്റൂല്ല എന്നുള്ളത് തന്നെയാണ്. ചിലരൊക്കെ അങ്ങനെ അതൊരു അവസ്ഥയായിട്ട്, എന്റെ മുൻപിലുള്ള കടലാസ് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. പക്ഷെ ഓരോ ഫയലും ഒരു ജീവിതകാലമാണ് എന്നത് തിരുത്തി വെക്കേണ്ട രീതിയിൽ അതവിടെ കിടക്കും. അതിനൊരു അനക്കം ഉണ്ടാവില്ല. കാരണം നമുക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഫയലെന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും അവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ടാവുള്ളൂ. വന്യമൃഗശല്യം മൂലം ഏറെ ദുരിതം അനുഭവിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പത്മിനി ഗോപിനാഥ് പറഞ്ഞു. സംസ്ഥാന സർക്കാർ 100 ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകുന്നത്. വനംവകുപ്പിനെ പറ്റി കാര്യക്ഷമമായ കാഴ്ചപ്പാടോടെയാണ് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പ്രവർത്തിക്കുന്നത്. നഷ്ടപരിഹാര തുക കാലതാമസം കൂടാതെ നൽകാനുള്ള നടപടിക്കാണ് അദാലത്തിലൂടെ തുടക്കമായിരിക്കുന്നത്. നിലവിൽ സോളാർ വൈദ്യുത വേലി ഇല്ലാത്ത ഭാഗത്തുകൂടി സോളാർ വൈദ്യുത വേലി യാഥാർത്ഥ്യമാക്കണമെന്നും അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ സർക്കാർ എല്ലാ മേഖലകളിലും കാര്യക്ഷമമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ നടന്ന പട്ടികവർഗ അദാലത്തിൽ 64 വയസ്സായ വയോധികയ്ക്ക് നേരിട്ട ജനന സർട്ടിഫിക്കറ്റ് നൽകാനായതും അവർ ആരാഞ്ഞു. ചടങ്ങിൽ നഷ്ടപരിഹാര തുകകളുടെ കൈമാറ്റവും ചെയർപേഴ്സൺ നിർവഹിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF അനീഷ സിദ്ദിഖ് അദാലത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്നത് 12 ലക്ഷം രൂപയാണ്. ഇത് 21 ലക്ഷമായി സർക്കാർ ഉയർത്തുമെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്ത് പുതുതായി 2000 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ വൈദ്യുത വേലി നിർമ്മിക്കും. വന്യമൃഗശല്യം കൂടുതലായ സ്ഥലങ്ങളിൽ
കൂടുതൽ RRTകൾ സ്ഥാപിക്കും. നിലമ്പൂർ നോർത്ത് ഡിവിഷന് വന്യമൃഗശല്യത്തിന്റെ നഷ്ടപരിഹാരമായി 2 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്നും അനീഷ സിദ്ദിഖ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MA ജോസ്, റംലത്ത് നീലക്കോടൻ, സജീർ മേത്തല, ഷമീന കഞ്ഞിരാല, CK അബൂബക്കർ, നിലമ്പൂർ റേഞ്ച് ഓഫീസർ KP ജനേഷ്, നഗരസഭാ കൗൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ക്ലാസുകളും എടുത്തു. 15 പേർക്കാണ് ഇന്ന് നഷ്ടപരിഹാരം നൽകിയത്. ദേശീയപാത 66-ലെ കോഹിനൂറിനെയും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും ബന്ധിപ്പിച്ച് കേരളത്തിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനവും അനുബന്ധ നടപടികളും വേഗത്തിലാക്കാൻ തീരുമാനം. നടപടികൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് TV ഇബ്രാഹിം MLA നിർദ്ദേശം നൽകി. പദ്ധതിയുടെ പുരോഗതി ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ ചേംബറിൽ വള്ളിക്കുന്ന് മണ്ഡലം MLA TV ഇബ്രാഹിം, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗത്തിലാണ് തീരുമാനം. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്കുള്ള ഗതാഗതം വളരെ സുഗമമാകുകയും മേഖലയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുകയും ചെയ്യും. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ 1 കോടി രൂപ ഉപയോഗിച്ചുള്ള സാധ്യതാ പഠനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. യോഗത്തിൽ PWD ഉദ്യോഗസ്ഥർ, കൊണ്ടോട്ടി, തിരൂരങ്ങാടി താലൂക്കുകളിലെ തഹസിൽദാർമാർ, പഞ്ചായത്ത് പ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. JCI നിലമ്പൂരിന്റെ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി GHSS എരഞ്ഞിമങ്ങാടിലെ 50 വിദ്യാർത്ഥികൾക്കായി JC-SAT സ്കോളർഷിപ്പ് എക്സാം വിജയകരമായി നടത്തി. പരിപാടി JCI നിലമ്പൂർ ചാർട്ടേഡ് പ്രസിഡന്റ് JC മുജീബ് ദേവശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ അവസരങ്ങളും സ്കോളർഷിപ്പുകളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഈ പ്രവർത്തനം JCI നിലമ്പൂരിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ശ്രദ്ധേയമായ ഇടപെടലായി മാറി. പരിപാടിയുടെ മുഴുവൻ ഏകോപനവും നിർവഹിച്ചത് JCI നിലമ്പൂർ പ്രസിഡന്റ് JFM സമീർ ബാബു ആയിരുന്നു. പരീക്ഷയുടെ വിജയകരമായ നടത്തിപ്പിനായി JC സെറീന, JC ജാബിർ മുഹമ്മദ്, JC സത്യനാഥൻ എന്നിവർ സജീവമായി പങ്കെടുത്ത് പിന്തുണ നൽകി. മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ 2ാമത് വാർഷികം നിലമ്പൂരിലെ മൊട്ടകൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. നിലമ്പൂർ ജീൻസ് കോർണറിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമീർ പറമ്പൻ, സബീർ അലി മാടാല, മാത്യൂസ് പാലുണ്ട, നിസാർ, റെജി, അഫ്സൽ എന്നിവർ പങ്കെടുത്തു. 2 വർഷം മുൻപാണ് മൊട്ട ഗ്ലോബൽ ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ഇപ്പോൾ അത് 40 രാജ്യങ്ങളിലായി 2000 മെമ്പർമാരുള്ള സംഘടനയായി മാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.